ഇന്നലെ ബാലമന്ത്രിയുടെ പത്രസമ്മേളനേ അടിപൊളിയായിരുന്നു. മാതൃസ്നേഹം വഴിഞ്ഞൊഴുകുകയായിരുന്നില്ലേ? അല്ല സിയമ്മേ, നമ്മുടെ ബാലമന്ത്രി ശരിക്കും അമ്മയുടെ ഭക്തനാണോ? അതേ കിടക്കണത്. പുള്ളിക്കാരനെ അവർക്കിട്ടൊന്ന് തോണ്ടിയതല്ലേ, നമ്മുടെ പൊടിയേരി സഹാവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റായിട്ടുള്ളത്? എല്ലാവരുടെയും അമ്മയായിട്ട് സ്വയം അവരോധിക്കപ്പെട്ടിട്ടുള്ള ആ മഹിളാ രക്തത്തിന് വലതരുടെ അമ്മ, ഇടതരുടെ അമ്മ, താമര മക്കളുടെ അമ്മ, അങ്ങനെയുള്ള വർണ്ണവിവേചനമൊക്കെ പാടുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പോലും അവർ പങ്കെടുക്കുക എന്നുള്ളത് പോലും തെറ്റാണ്. അവരെയൊക്കെ കൊണ്ടൊന്ന് പെടുത്തിക്കളയുന്നല്ലേ? അങ്ങനെയൊന്നുമല്ല. ഇവർക്കെതിരെ ആരോപണങ്ങളും അന്വേഷണങ്ങളൊക്കെ വന്നപ്പേ ഇവരെ രക്ഷിക്കാനേ ഈ താമരപുത്രന്മാരെ ഉണ്ടായുള്ളൂ. അത് ശരിയാ, അതിന്റെ നന്ദി കാണിക്കാൻ പറ്റിയൊരു അവസരമല്ലേ. കാര്യങ്ങൾ ഈ വഴിക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ നിരീശ്വരവാദ ലൈൻ അപ്പാടെ തള്ളിക്കളയേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ CMA, അങ്ങനെയൊന്നും തീരുമാനം എടുക്കല്ലേ. നമ്മുടെ സാംസ്കാരിക നായകന്മാരെ നമ്മൾ ഉപേക്ഷിച്ച് പൊയ്ക്കളയും. അതെ, നമ്മളിങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഇത്രയും നാളും ജനങ്ങൾ നമ്മളെ തിരഞ്ഞെടുത്തത്. അപ്പം പിന്നെ അതിലൊന്നും കുലുക്കേണ്ട കാര്യമൊന്നുമില്ല CMA. അത് ശരിയാണ്. ഇത്തവണ പക്ഷേ സ്ഥിതി വ്യത്യസ്തമാണ്. ഇപ്പോൾ ശബരിമല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ബാലികേറാമലയായി മാറിയിരിക്കുകയാണ്. ഈ ശബരിമലയുടെ കൂടെ ഭരണസ്തംഭനോട് കൂട്ടി കലക്കി ചേർത്ത ഇപ്പോൾ ഒരു ഉപരോധം. വെളുപ്പിന് 6 മണിക്ക് തന്നെ പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പഠിക്കലെത്തി. ഇത് അവർ തന്നെ ആണോ എന്ന് സംശയമായി പോയെന്ന്. ശബരിമലയുടെ പേറ്റന്റ് താമര പാർട്ടിക്കാർ ഏറ്റെടുത്തതിന്റെ വെപ്രാളത്തിലാണ് ഇവിടുത്തെ പ്രതിപക്ഷം. ഈ ഭരണസ്തംഭനവും ഒരു വിഷയമാണേ. ഇവിടെ ഭരണം നടക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് അവർക്ക് സമയമില്ല. പിന്നെ എങ്ങനെയാണ് അവരിവിടെ ഭരണസ്തംഭനമാണെന്ന് കണ്ടുപിടിച്ചത്? അല്ല സഖാവേ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഈ നിങ്ങൾ എന്നുദ്ദേശിച്ചത് ഗവൺമെൻറ്റിനെയാണ്. ആ പാവപ്പെട്ട തന്ത്രി ഇങ്ങനെ വെള്ളം കുടിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക്? അതെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. ദേ സഖാവേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തു വിശദീകരണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിസ്സാരമായിട്ട് വിട്ടുകളയേണ്ട ഒരു കാര്യം എടുത്ത് ചൊറിഞ്ഞ് നാറ്റിച്ച് നാണക്കേടായിപ്പോയി. ഇതിനിപ്പോ എന്താ ഇത്ര നാണിക്കാൻ? സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ വിശദീകരണം കൂടി കേട്ട ശേഷമല്ലേ യുവതി പ്രവേശന വിധി പ്രഖ്യാപിച്ചത്. അപ്പോ പിന്നെ അതനുസരിച്ച് വേണ്ടേ പോകാൻ? പിന്നെ അദ്ദേഹം അവിടെ വന്ന യുവതികൾക്ക് നേരെ ബോംബെടുത്തെറിഞ്ഞു. എൻ്റെ സഖാവേ, നിങ്ങളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ നിരീശ്വരവാദികൾ നോക്കുന്ന അതേ കണ്ണോടുകൂടി കാണരുത്. തന്ത്രി എന്താണ് ചെയ്തത്? അവിടുത്തെ ആചാരമനുസരിച്ച് ഒരു ശുദ്ധിക്രിയ നടത്തി, അത്രയല്ലേ ഉള്ളൂ. എടോ താനമേ, ഇതിന് മുമ്പും ശേഷവും യുവതികൾ അവിടെ പ്രവേശിച്ചിട്ടില്ലേ? അന്നൊന്നും ശുദ്ധിക്രിയ നടത്തിയിട്ടില്ലല്ലോ. എന്നിട്ടിപ്പോ എന്ത് സംഭവിച്ചു? മലയിടിഞ്ഞ് പമ്പയിൽ ഒഴുകിപ്പോയോ? സുപ്രീം കോടതി ചോദിക്കാതെ തന്നെ കൊണ്ടുപോയി കൊടുത്ത ലിസ്റ്റിലെ യുവതികളുടെ കാര്യമായിരിക്കും ഉദ്ദേശിച്ചത്. നാണം കെടാനായിട്ട് വെറുതെ. അല്ല, ആ ലിസ്റ്റ് പോലീസുകാർ തന്നെ ഉണ്ടാക്കിയതാണെന്നല്ലേ പറഞ്ഞത്? അതിനിപ്പോ ഞങ്ങൾ എന്ത് പിഴച്ചു? നിങ്ങളൊന്നും പിഴച്ചില്ല, പക്ഷെ നാട്ടുകാർ പിഴച്ചു പോകണം, അതല്ലേ ഉദ്ദേശം. ഇപ്പം മുഖ്യമന്ത്രി എന്താ പറഞ്ഞിരിക്കുന്നത്? നവോത്ഥാന മൂല്യങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണമെന്ന്. അതിനെന്താ കുഴപ്പം? കുട്ടികൾ നവോത്ഥാന മൂല്യങ്ങൾ പഠിച്ചു വളരുന്നത് നാടിൻ്റെ ഭാവി ശോഭനമാക്കാനല്ലേ? നിങ്ങളുടെ നവോത്ഥാന മൂല്യങ്ങളൊക്കെ ആർക്കാണ് അറിയാത്തത്? വരും തലമുറയെ നിരീശ്വരവാദികളാക്കിയിട്ട് നാടിനെ കുട്ടിച്ചോറാക്കുക, അതല്ലേ നിങ്ങളുടെ അജണ്ട. എടോ താനമേ, ഈശ്വര വിശ്വാസികളായിട്ട് വളർന്നു വന്ന തലമുറയല്ലേ ഈ വൃത്തികേടെല്ലാം ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. പിന്നെ എനിക്കറിയാവുന്ന നിരീശ്വരവാദികൾ വിശ്വാസികളെക്കാളും ഭേദമാ. എന്തു പറഞ്ഞാലും ഉണ്ട് ഒരു മുട്ടായുക്തി. ഞാൻ പോവാ. എലക്ഷൻ അടുത്തിട്ടാന്ന് തോന്നുന്നു. ഈ മഷി വരടുന്ന് വിരളാക്കി അങ്ങ് ചോറിയുന്നു. മോളെ ആശാന, ഇത് ഞാനാ, മോളൊന്നും അല്ല. എനിക്കറിയാടോ. അതെ, ഈ ഉപ്പും മുളക് അങ്ങനെയുണ്ട്. ഉപ്പും മുളക് അങ്ങനെ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാങ്ങാഞ്ഞോടെടുത്ത് ഇങ്ങനെ മുക്കി ഇതിനെ ഉപ്പറാ. എടോ, തനിക്ക് തിന്നണ കാര്യമല്ല, ഈ ഉപ്പും മുളകും സീരിയൽ എങ്ങനെയുണ്ടെന്നാ.
അല്ല ആശാൻ സീരിയലൊക്കെ കാണാൻ തുടങ്ങി? ഈ വെറുത്തമുത്തിനും കല്ലുമഴക്കാലൊക്കെ നല്ലതേ ആ പരിപാടിയാ. കാണാറുണ്ടോ? അല്ല ആശാൻ ഇതെന്തു പറ്റി? സാരി കൊള്ളത്തില്ലടോ. നല്ല ചുമന്ന കരയുള്ള സാരിയാ നല്ലത്. ഒടിയാൻ കണ്ടായിരുന്നോ? അതിൽ മഞ്ജു വാര്യരേ കലക്കി. ആശാനെ ആശാനെ ഇതെന്തു പറ്റി ആശാനെ? എടോ എനിക്കൊന്നും പറ്റിയതല്ല. പാർട്ടിയുടെ പുതിയ പരിപാടിയാ കുടുംബയോഗം. ഇലക്ഷൻ വന്ന് മൂക്കത്ത് മുട്ടിയിരിക്കുകയല്ലേ. അതേതായാലും നല്ലതാ. ഇലക്ഷൻ വരുമ്പോഴെങ്കിലും കുടുംബങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ. അതങ്ങനെയാടോ. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഭരണ തിരക്കല്ലേ. പിന്നെ ഈ കുടുംബങ്ങളെ കുറിച്ച് എങ്ങനെ തിരക്കാൻ സമയം കിട്ടും? ആശാനെ ഇതെങ്ങനെയാ പരിപാടി പ്ലാൻ ചെയ്തേക്കുന്നത്? അതെ, കുറച്ച് വീട്ടുകാരെയൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു സ്നേഹാന്വേഷണം. നമ്മൾ അവരെയൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നണം അല്ലേ? അതെ അതെ അതെ. നമ്മൾ അവിടെ ചെന്ന് കുട്ടികളെയൊക്കെ ഒന്ന് കൊഞ്ചിക്കണം, പെണ്ണുങ്ങളെ കേട്ടൊക്കെ ഒന്ന് സംസാരിക്കണം, അവരെ കേട്ടത് ഇടവഴി. അത് തന്നെ. ഓ, അതാണ് ആശാൻ സീരിയലിൽ കയറി പിടിച്ചത്. സീരിയൽ കാണുന്ന കൂടുതൽ പെണ്ണുങ്ങളാണല്ലോ അല്ലേ? പിന്നല്ലാതെ ഇലക്ഷന് മുമ്പേ ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള പണിയൊക്കെ നമ്മൾ മുന്നേ വയറ്റണം. ആശാനെ ഈ പ്രതിപക്ഷക്കാരെ ഉപരോധ സമരത്തില. അതിനൊക്കെ നമ്മളെ കുടുംബത്തിൽ ചെന്ന് നേരിട്ട് പ്രതിരോധിക്കും. ആശാനെ ഈ ഉപ്പും മുളകും കൂട്ടി ഈ മാങ്ങ അങ്ങ് തിന്നു. ഓ കൊള്ളാം കൊള്ളാം. തിരുവനന്തപുരത്ത് പരൂർ, കൊല്ലം NKP, പത്തനംതിട്ട ആൻഡ്രു, ആറ്റിങ്ങൽ അടൂർ, മാവേലിക്കര സുരേഷ്, ആലപ്പുഴ KC, എറണാകുളം KV, ഇടുക്കി ചാണ്ടി, തൃശ്ശൂർ VM, ചാലക്കുടി ആദി, പാലക്കാട് ശ്രീകണ്ഠം, കോഴിക്കോട് ഖാദർ, കണ്ണൂർ സുധൻ, വയനാട് ഞം ഹസൻ. കൊല്ലാം, ഏതാണ്ട് ജയിച്ച പോലെ. ഇനിയിപ്പോൾ തോൽക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് ഏതാണ്ട് സീറ്റ് കണ്ടെത്തണം. പ്രണാമം പുരുഷശ്രേഷ്ഠ. ഇരിക്കുന്നതാണ് നല്ലതാണ്. ഇതെന്താ ഇതൊക്കെയായിട്ട്? ഈ വോട്ടിംഗ് മെഷീൻ ഇവിടെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ. അത് ഇവിടെ എങ്ങും കണക്ട് ചെയ്യണ്ട, വേറെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി നിങ്ങൾ കണക്ട് ചെയ്യണോ? ജസ്റ്റ് ഒന്ന് ജസ്റ്റ് വേണ്ട. എനിക്കൊരു ക്ലീൻ ഇമേജ് ഉള്ളതിൽ നിങ്ങൾക്കൊക്കെ അസൂയുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അത് അവിടെ ആ കക്ഷത്തിൽ തന്നെ ഇരുന്നാൽ മതി കേട്ടോ. അല്ല, ഈ അന്തപ്പൻ സാറ് വല്ലാണ്ട് മാറിയിരിക്കുന്നു. ദ്വിമാന വിവര സാങ്കേതിക വിദ്യയിലുള്ള പരിശോധനയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. എൻ്റെ താരം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് കസർത്ത് കാണിച്ചാൽ മാത്രമേ നേതാവാകൂ. ഇന്നിപ്പോൾ കമ്പ്യൂട്ടർ വൈദഗ്ധ്യം ഉണ്ടോ, പോസ്റ്റ് റെഡി. ഈ ടെക്നോളജിയിൽ ഞങ്ങളുടെ നമോ ആപ്പാണ് ഇപ്പോൾ ഏറ്റവും അധികം മുൻപന്തിയിൽ നിൽക്കുന്നത്. തരം വോട്ടിംഗ് മെഷീൻ ചാലഞ്ച് വന്നതോടുകൂടി നമോ ആപ്പൊക്കെ ഒഴിഞ്ഞ് രണ്ടായി. ഇനി ഒരു രക്ഷയില്ല. അല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഏതൊക്കെ പുതുമുഖങ്ങളായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് നിങ്ങൾ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? 2014 55 വയസ്സുള്ള ഒരാളെയാണ് ഞങ്ങൾ കാൻഡിഡേറ്റ് ആക്കിയതെങ്കിൽ ഇപ്രാവശ്യം ഞങ്ങൾ 60 വയസ്സുള്ള പുതിയൊരു ടീമിനെ അങ്ങോട്ട് നിർത്തിയിട്ടുണ്ടല്ലോ. ഒരു പുതിയ പ്ലേയാണ്, നൈസ് പ്ലേ. 60 വയസ്സുള്ള പുതുമുഖങ്ങൾ. വാവ്, യു ആർ ഇൻ്റലക്ച്വലി എക്സ്ട്രാ ഓർഡിനറി മാൻ. ഉന്നതരിൽ ഉന്നതൻ. എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ താങ്കൾക്ക് സമനായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് താങ്കളുടെ പാർട്ടിയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഞങ്ങൾ എപ്പോഴും സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരെ മാത്രമേ കാൻഡിഡേറ്റ്സ് ആയിട്ട് നിർത്തൂ. നിങ്ങൾ ഈ സിനിമാക്കാരെയൊക്കെ അല്ലേ നിർത്തുന്നത്? ദേ ആർ ഇന്നസെൻറ്റ്, ഒന്നും അറിയില്ലെന്ന്, കുട്ടികളാണ്. ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പാർട്ടി കുടുംബയോഗങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത്. അവരൊക്കെ ലോക്കൽ പാർട്ടിയല്ലേ, അവരെ കൊണ്ട് അതിനൊക്കെ കഴിയൂ. ഈ അഴിമതി ഇല്ലാതാക്കി എന്നുള്ളതാണ് ഞങ്ങളുടെ ഭരണ നേട്ടമെന്നാണ് വാരണാസിയിൽ പ്രധാനമന്ത്രി പറഞ്ഞത്. 57,800 കോടി രൂപയാണ് വിവിധ പദ്ധതികളിലൂടെ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തത്. വോട്ടിംഗ് മെഷീൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഗിമ്മിക്സ് അല്ലേ ഇതൊക്കെ?
അല്ല, അന്തപ്പൻ സാർ എന്താണ് ഇങ്ങനെ ഓർത്ത് ചിരിക്കുന്നത്? ഇല്ല, ഈ അയ്യപ്പനെ സംരക്ഷിക്കാൻ വേണ്ടി പോയ കനകപ്പെണ്ണിപ്പോ 20 പോലീസുകാരുടെ സംരക്ഷണയില്ല. അങ്ങനെ പറയരുത്. ഞങ്ങളെ എതിർത്ത യെല്ലോ പള്ളിക്കും ഞങ്ങൾ കൊടുത്തു 21 പോലീസുകാരുടെ വൈ കാറ്റഗറി സംരക്ഷണം. തുല്യതയാണ് ഞങ്ങളുടെ ലക്ഷ്യം. വൈ കാറ്റഗറി? വൈ? അത് തന്നെ. ഈ വൈ എന്ന് പറഞ്ഞാൽ എന്ത് കാറ്റഗറി കൊടുക്കണമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങളങ്ങ് കൊടുത്തതാണ്. ഈ ഭരണസ്തംഭനത്തിനെതിരെയുള്ള ഉപരോധം അതിങ്ങനെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കുറച്ച് ടൈം വേണം പ്ലീസ്. ഓക്കെ ഇറ്റ്സ് കാരി ഓൺ. ഓക്കെ സാറേ, ഞാനപ്പോൾ ഇറങ്ങുകയാണ്. ഒരു കാര്യം പറയാനുള്ളൂ. ഈ ഒന്നും ചെയ്യാത്ത പ്രതിപക്ഷമായിട്ടിരുന്നതിന് ജനങ്ങൾ നിങ്ങളെ ഉപരോധിക്കാതിരുന്നാൽ നന്ദി. അല്ല, ഇതാരാ വഴി മുടക്കി നിൽക്കുന്നേ? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞാൻ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുവഴി ആരെയും കടത്തി വിടുകയില്ല. ചിന്നത്തലാജി, എന്ത് പറ്റി? നമുക്കും ഇല്ല തെരഞ്ഞെടുപ്പ്. ഇതിപ്പോ എന്തിനാ ഇതിന്റെ ആവശ്യം? പിന്നെ എല്ലാവർക്കും ഉണ്ട് എൻ്റെ പ്രതിരോധ കുത്തിവയ്പ്. എല്ലാവരും ഉണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ കാണിക്കുന്ന ശക്തി പ്രകടനങ്ങളൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടെന്നുള്ളത് മറക്കണ്ട. അല്ലത് ഗാന്ധി പോലും എന്താ ഇപ്പോൾ ഇവിടെ? അല്ല, ഇവിടെ ഈ പാർട്ടിക്കാരുടെ കുടുംബയോഗങ്ങളും സമ്മേളനങ്ങളും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്ന് പഠിക്കാന്ന് കരുതി വന്നതാണ്. അതെ, ഈ അവസരത്തിലേ എനിക്കൊരു പാട്ട് പാടാൻ തോന്നുന്നു. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. എങ്ങനെയുണ്ട്? മനസ്സിലായിട്ടുണ്ട്. ആശാൻ ഇങ്ങനെ ഒളിച്ചും പാത്തും കളിച്ച് നടന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പാടാൻ പറ്റിയ നല്ല അടിപൊളി, എല്ലാവരും ഗ്രൂപ്പായിട്ട് ചേർന്ന് നിന്ന് പാടാൻ പറ്റിയ ഒരു ഉഗ്ര സോങ് കൂടിക്കൊള്ളല്ലേ? അടിത്തമരടിക്കണ കാലമായടി തീയാമേ, കാച്ചിന്റെ ചാമന്തി നടി തീയാമേ, അമരടിക്കണ കാലമായടി തീയാമേ, കാശിന്റെ ചാമന്തി നടി തീയാമേ, ഒട്ടുവരണ കാലമായടി തീയാമേ, കാശിന്റെ ചാമന്തി നടി തീയാമേ, വരണ കാലമായടി തീയാമേ, കാശിന്റെ ചാമന്തി നടി തീയാമേ, കാല് മാറണ കാലമായടി തീയാമേ, കാശിന്റെ ചാമന്തി നടി തീയാമേ, കാല് മാറണ കാലമായടി തീയാമേ, കാശിന്റെ ചാമന്തി നടി തീയാമേ, തീയാമേ തീയാമേ തീയാ തീയാ തീയാമേ 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 തീയാ തീയാ തീയാമേ 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 തീയാ തീയാ തീയാമേ. ഉപരോധവും പ്രതിരോധവും ഒക്കെയായി മാർഗതടസ്സം ഉണ്ടാക്കുന്നവർ ഒന്ന് മനസ്സ് വച്ചാ പാവപ്പെട്ടവൻ 10 ദിവസം പണിക്ക് പോയി കരവടയ്ക്കാനുള്ള കാശെങ്കിലും ഒപ്പിച്ചേനെ. അടിയും മേടിക്കണം, പുളിയും കടിക്കണം, കരവും ഒടുക്കണോന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ?